പത്തനംതിട്ട സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാമികയും അനാമികയുടെ അമ്മയും കൂടി ചേർന്നിട്ട് നവ്യയുടെ സൗണ്ട് ഒന്നും കേൾക്കാത്തത് എന്താണ്, ഈ മരുന്ന് ഉള്ളിൽ ചെന്ന ഉടനെ തന്നെ അവൾ ഉച്ചത്തിൽ കരയുന്നൊക്കെയാണല്ലോ അച്ഛൻ പറഞ്ഞതെന്നൊക്കെ നമ്മുടെ അനാമിക അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അതേ മോളെ, എന്തായാലും നമ്മൾ ഇവിടെ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. എല്ലാവർക്കും സംശയം തോന്നും. നമുക്ക് റൂമിലേക്ക് പോയെന്ന് പറയുമ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും കുറച്ചു നേരം കൂടി നോക്കാം എന്ന് പറയുകയാണേ. അതേസമയം നമ്മുടെ നവ്യയ്ക്ക് കാച്ചി വെച്ച പാലായിരുന്നല്ലോ ദേവയാനി എടുത്ത് കുടിച്ചത്. ആ പാലിന് പകരം വേറെ പാലും ഉണ്ടാക്കിയിട്ട് നവ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. നവ്യ അതാണെങ്കിൽ റൂമിൽ കൊണ്ടുപോയിട്ട് കുടിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ പാല് കുടിച്ചു എന്നുള്ള കാര്യം അബിയാണെങ്കിൽ നേരെ ചെന്നിട്ട് ജലജയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അമ്മേ, അവള് പാല് കുടിച്ചു, പകുതി എൻ്റെ അടുത്ത് കുടിക്കാൻ വേണ്ടി പറഞ്ഞു, എന്നിട്ട് മണ്ട നീ അത് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ ഞാൻ അങ്ങനെ ചെയ്യൂ, സാമയാണെന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് തന്നെ ഞാൻ ആ പാല് കുടിപ്പിച്ചു എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. എന്തായാലും നിനക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റി, ഇനിയും ആ അബദ്ധം പറ്റരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇല്ല അമ്മേ, ഒരബദ്ധമാണല്ലോ, പിന്നീട് ആ അബദ്ധങ്ങൾ പോലെ ഇനി പറ്റരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് ഓരോരോ കാര്യം ചെയ്യിപ്പിക്കുക, അതുകൊണ്ട് ഇനി ഒരിക്കലും അബദ്ധം പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നവ്യ നിലവിളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോയി നോക്കാൻ വേണ്ടിയിട്ട് അബിയെ റൂമിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ് ജലജ. അബി റൂമിൽ ചെന്ന് നോക്കുമ്പോഴേക്കും നവ്യ നല്ല ഉറക്കാണ് കേട്ടോ. അമ്മയും മോനും കൂടി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ കഴിയുമെന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും നവ്യ കിടന്ന് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവളെന്താ കിടന്ന് ഉറങ്ങുന്നത്? ഇനിയൊരു പക്ഷേ അകത്ത് മരുന്ന് ചെന്നതിൻ്റെ മയക്കമായിരിക്കോ? എന്തായാലും കുറച്ച് കാര്യം കൂടി നോക്കാം എന്ന് പറഞ്ഞിട്ട് അബി ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. അതേസമയം ദേവയാനാണെങ്കിൽ നേരത്തെ ഒരു ക്ഷീണം തളർച്ച എന്നൊക്കെ പറഞ്ഞ് കിടന്നല്ലോ. പക്ഷേ ദേവയാനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയാവുകയും വോമിറ്റ് ചെയ്യാൻ വരികയും അങ്ങനെ ബെഡിൽ നിന്ന് തന്നെ വോമിറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് അരികിലിരിക്കുന്ന ജയൻ കാണുകയും എന്ത് പറ്റി ദേവയാനി, എന്താ നിനക്ക് പ്രശ്നം ചോദിക്കുമ്പോൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ ഒരുമാതിരി ബോധം പോകാനുള്ളൊരു അവസ്ഥ, ചെറിയൊരു മയക്കം പോലെയൊക്കെയാണ് കേട്ടോ. ദേവയാനി അങ്ങനെ വാ നമുക്ക് എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ ഇങ്ങനെ പിടിച്ചും കണ്ട് ഹോളിൻ്റെ അതിൽ കൊണ്ടുവരാണ് കേട്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അനാമിക അമ്മയോടെ നിൽക്കുന്നത്. എന്ത് പറ്റി ചേട്ടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല, അവൾക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ പോലെ വോമിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പറയുമ്പോൾ ആണോ, അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. ആ കൊണ്ടുപോകണം. അപ്പോഴേക്കും അനി ആദർശിനൊക്കെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം ആദർശ് ചോദിക്കുമ്പോൾ അറിയില്ല, വല്യമ്മയ്ക്ക് തളർച്ചയും അതുപോലെ തന്നെ നന്നായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ ഓടിപ്പിടിച്ച് ആദർശും നയനിയും എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ടെൻഷനാവാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ എന്താ പറയുക തളർന്നിങ്ങനെ വീഴാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥയിലാണ്. വലിയ ബോധമൊന്നുമില്ല, കണ്ണിങ്ങനെ ചെറുതായിട്ടൊക്കെ തുറന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവയും അനിയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ദേവയാനിയുടെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ അനാമിക പറയുന്നുണ്ട്, ഇത് മനഃപൂർവ്വം അവളുടെ ഹണിമൂൺ ട്രിപ്പ് കൊളാക്കിയല്ലോ, അതിന് വേണ്ടിയിട്ട് അവൾ എന്തോ ഒരു പണി ഒപ്പിച്ചതാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. കാരണം എന്തോ ഒരു പശക് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്കും ഒക്കെ മനസ്സിലാവാണ്. ഇനി ഒരു കാരണവശാലും അത് അവരുടെ തലയിൽ വരാൻ വേണ്ടി പാടില്ലല്ലോ, വേറെ ആളുടെ തലയിൽ ഇടണമല്ലോ. അതിന് വേണ്ടിയിട്ട് നയനെ അവിടെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നിനക്ക് വല്യമ്മയുടെ അടുത്ത് ഇച്ചിരെങ്കിലും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അനി അതിന്റെ പുറകെ പോകുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മുടെ ദേവയാനിയെ നേരെ ICUയിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ICUവിന്റെ പുറത്ത് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായി ഡോക്ടർ, ദേവയാനിക്ക് എങ്ങനെയുണ്ടെന്ന് ജയൻ ഭയങ്കര വിഷമത്തോടു കൂടി ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല. എന്തോ കുറച്ച് മാരകമായിട്ടുള്ള എന്തോ ഒരു സംഭവം, വിഷം പോലത്തെ എന്തോ ഒരു മരുന്നാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ എല്ലാവരും ചിന്തിക്കുന്നത്. ദേവയാനി അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് പാല് കുടിച്ചിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ജയൻ പറയുന്നുണ്ട്. അത് നയനമോള് നവ്യയ്ക്ക് വേണ്ടി കാച്ചി വെച്ചതായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെ, ആ പാല് ഞാൻ നവ്യേച്ചിക്ക് വേണ്ടിയിട്ട് കാച്ചി വെച്ചതായിരുന്നു. തിരിച്ചു വന്ന് നവ്യയ്ക്ക് അത് എടുത്തു കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും ആ പാല് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അനാമിക ചിലപ്പം എന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ആ പാലെടുത്ത് കുടിച്ചതായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണെന്ന് നയന പറയാണ് കേട്ടോ. പക്ഷേ അത് ഒരിക്കലും അതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല, ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആദർശിനൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് അമ്മയെ ഉന്നം വെച്ചിട്ടല്ല സംഭവം, നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ
നയനയ്ക്കും അതുപോലെ സംശയം തോന്നുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആദർശ് നയനയും മാറി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആദർശ് ചേട്ടാ, എനിക്ക് സംശയമുണ്ട്. അന്ന് നവ്യയെടുത്തി അനാമികയും അനാമികയുടെ അമ്മയും കൂടി ചേർന്ന് ഞാൻ ഉണ്ടാക്കിയ പായസത്തിനകത്ത് പൊടി കലക്കിയത് കണ്ട് അത് മാറ്റി വെച്ചിട്ടാണ് അന്ന് അനാമികയുടെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ അനാമികയ്ക്കും അപ്പച്ചിക്കും അന്ന് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദർശിൻ്റെ അടുത്ത് പറയണം കേട്ടോ. എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഈ കാര്യം മറച്ചു വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ആദർശേട്ടാ ഞാൻ അത്ര സീരിയസ് ആക്കി എടുത്തില്ല എന്ന് പറയാണ് കേട്ടോ. അതിന് മറുപടിയായിട്ട് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കലക്കി വെച്ച ആ പാല് അമ്മ എടുത്ത് കൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ. അത് അന്നേ ആ കള്ളന്മാരെ പൊക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും വീണ്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ളൊരു ഇതുണ്ടാവില്ലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആദർശ് നയനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആദർശേട്ടാ ഞാൻ എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് നയന ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ആദർശ് നയനയെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ പണി ഒപ്പിച്ചത് അനാമികയും അനാമികയുടെ അമ്മയാണെന്നുള്ള കാര്യം നമ്മുടെ ജലജയ്ക്കും അറിയാലോ. അതുകൊണ്ട് ഒരിക്കലും ഒറ്റ കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ജലജയും കൂടി കൂട്ടുപിടിച്ചും കൊണ്ട് 3 പേരും കൂടി പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും ഏട്ടത്തി ആ പാലെടുത്ത് കുടിച്ചതെന്നുള്ള കാര്യം. അവൾ നവ്യയ്ക്ക് വേണ്ടിയിട്ട് കലക്കി വെച്ച ആ പാല് ഒരുപക്ഷെ ഏട്ടത്തി റൂമിൽ ചെന്ന് അടുക്കളയിൽ ചെന്ന സമയത്ത് കുടിച്ചു പോയതായിരിക്കും എന്ന് പറയണേ. എന്തായാലും ഇതിൽ നമ്മുടെ ആരുടെയും പേര് വരാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഇത് ഒറ്റയടിക്ക് നമ്മൾ നയനയുടെ തലയിൽ ഇടണം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടി കൂടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആദർശിനും നയനയ്ക്കും ഇത് ചെയ്തത് അനാമികയും അനാമികയുടെ അമ്മയായിരിക്കും. അനാമികയുടെ അമ്മ അവിടെ തമ്പടിച്ച് കൂടിയിരിക്കുന്നത് ഇങ്ങനെ ഓരോരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് വഴിയിരുന്ന് കാണാം. താങ്ക് യു.